എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥകൾ തുടരുകയാണ്. സർവരും കഥാശ്രവണത്തിൽ തൽപരരായി ഇരുന്നപ്പോൾ സനകാദി മുനീന്ദ്രന്മാർ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് നാരദനോട് പറയുകയാണ്. അല്ലയോ നാരദ മഹർഷേ, ഞങ്ങൾ ശുഗശാസ്ത്രത്തിൻ്റെ, അതായത് ശ്രീശുഗ മഹർഷിയാൽ പറയപ്പെട്ടിട്ടുള്ളതാണ് ഭാഗവതം എന്നതുകൊണ്ട് ശുഗശാസ്ത്രം എന്ന പേരും ഭാഗവതത്തിന് ഉണ്ടായി. ശുഗശാസ്ത്രത്തിൻ്റെ മാഹാത്മ്യം വർണ്ണിച്ചു തരാം. ഇതിൻ്റെ ശ്രവണം കൊണ്ട് മുക്തി കരതലത്തിൽ വന്നു ചേരുന്നു. ഭാഗവത കഥ എല്ലായ്പ്പോഴും സേവിക്കപ്പെടേണ്ടതാണ്. ഇതിൻ്റെ ശ്രവണഫലമായി ഭഗവാൻ വിഷ്ണു ഹൃദയത്തിൽ വന്ന് അധിവസിക്കുന്നു. ശ്രീശുക പരീക്ഷിത്ത് സംവാദരൂപത്തിലുള്ള ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളിലായി 18,000 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ ശ്രവണം കൊണ്ട് മർത്യൻ സംസാരചക്രത്തിൽ കിടന്ന് ചുറ്റിത്തിരിയുന്ന ദുരവസ്ഥയിൽ നിന്ന് മുക്തനായിത്തീരുന്നു. വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, മറ്റു പുരാണങ്ങൾ മുതലായവയൊക്കെ എന്തിനാണ്? അവയൊക്കെ പഠിക്കാൻ തുനിഞ്ഞാൽ ബുദ്ധിയാകെ ഭ്രമിച്ചു പോകും. അതുകൊണ്ട് മുക്തിയെ ദാനം ചെയ്യുമെന്ന് ഗർജിക്കുന്ന ഭാഗവതമെന്ന ഒരേയൊരു ശാസ്ത്രം മാത്രം പഠിച്ചാൽ മതി. ഏത് ഗൃഹത്തിലാണോ ഭാഗവതം നിത്യവും പാരായണം ചെയ്യുന്നത്, ആ ഗൃഹം സർവപാപങ്ങളെയും ഇല്ലാതാക്കുന്ന തീർത്ഥത്തിന് സമാനമാണ്. ആ ഗൃഹത്തിൽ വസിക്കുന്നവരുടെ സർവപാപങ്ങളും നശിച്ചു പോകുന്നു. 1000 അശ്വമേധം, 100 വാജ്പേയം മുതലായവ നടത്തിയാൽ ലഭിക്കുന്ന പുണ്യം ഭാഗവത പാരായണത്തിൻ്റെ 16ൽ ഒരംശം വരികയില്ല. ഈ പുരാണത്തെ നല്ലതുപോലെ ശ്രവിക്കുന്നത് വരെ മാത്രമേ മനുഷ്യരിൽ പാപങ്ങൾ നിലനിൽക്കുകയുള്ളൂ. ഭാഗവത പുരാണ ശ്രവണത്തോടുകൂടി സർവപാപങ്ങളും നശിച്ചു പോകുന്നു. ഗംഗ, ഗയ, പുഷ്കരം, കാശി, പ്രയാഗ തുടങ്ങിയവയ്ക്കൊന്നും ഭാഗവതത്തോളം മാഹാത്മ്യമില്ല. മോക്ഷം ആഗ്രഹിക്കുന്നവർ ഈ പുരാണത്തിലെ ഒരു ശ്ലോകമോ ശ്ലോകാർത്ഥമോ ശ്ലോകപാദമോ എങ്കിലും നിത്യവും വായിക്കണം. വേദങ്ങളുടെയും ഉത്ഭവസ്ഥാനമായ പ്രണവം, വേദമാതാവായ ഗായത്രി, പുരുഷസൂക്തം, 3 വേദങ്ങൾ, ഭാഗവതം, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 12 മന്ത്രം, 12 രൂപങ്ങളെ കൈക്കൊള്ളുന്ന സൂര്യൻ, പ്രയാഗ, സംവത്സരാത്മകമായ കാലം, അതായത് നമ്മുടെ പാരമ്പര്യാത്മകമായ വൈദിക കലണ്ടർ അനുസരിച്ച് 60 വർഷങ്ങളുടെ ഒരു ചക്രമുണ്ട്. ഈ കാലങ്ങളെ ഓരോന്നിനെയും ഓരോ പേരിട്ടാണ് വിളിക്കുന്നത്. പ്രഭവ, വിഭവ തുടങ്ങി അക്ഷയ വരെ നീളുന്നതാണ് ഈ 60 പേരുകൾ. അടുത്തത് ബ്രാഹ്മണൻ, അഗ്നിഹോത്രം, കാമധേനു, ദ്വാദശി വ്രതം, തുളസി, വസന്തം, അതൊരു ഋതുവാണ്, പിന്നെ പുരുഷോത്തമനായ വിഷ്ണു ഭഗവാൻ. ഇവരെല്ലാം തമ്മിൽ മാഹാത്മ്യത്തിന് യാതൊരു വ്യത്യാസവും ഇല്ലെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഈ ഭാഗവത പുരാണം അർത്ഥം മനസ്സിലാക്കി നിത്യവും പാരായണം ചെയ്താൽ കോടി ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ പോലും നശിച്ചു പോകും എന്നതിന് യാതൊരു സംശയവുമില്ല. നിത്യവും ഭാഗവതത്തിലെ ഒരു ശ്ലോകമോ ശ്ലോകാർദ്ധമോ ശ്ലോകപാദമോ എങ്കിലും മുടങ്ങാതെ പാരായണം ചെയ്യുന്നവൻ രാജസൂയം, അശ്വമേധം തുടങ്ങിയ യാഗങ്ങൾ ചെയ്താൽ ലഭിക്കുന്ന പുണ്യത്തെ പ്രാപിക്കുന്നു. നിത്യവും ഭാഗവതം പാരായണം ചെയ്യുക, വിഷ്ണുവിനെ ധ്യാനിക്കുക, തുളസി നട്ടുവളർത്തുക, ഗോക്കളെ സംരക്ഷിക്കുക മുതലായവയെല്ലാം സമാന ഫലത്തെ നൽകുന്നവയാണ്. അന്ത്യകാലത്തിലെങ്കിലും ഈ ശുഗശാസ്ത്രത്തെ കേൾക്കുവാൻ കഴിഞ്ഞവനിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രീതനായിത്തീരുന്നു. ആ പുണ്യാത്മാവ് വൈകുണ്ഠത്തെ പ്രാപിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഭാഗവത ഗ്രന്ഥത്തെ സ്വർണസിംഹാസനത്തിൽ വച്ച് വിഷ്ണു ഭക്തന് നൽകിയാൽ അവൻ കൃഷ്ണസായുജ്യത്തെ പ്രാപിക്കുന്നു. ഷഡത്വം, ദുർവിചാരം മുതലായവ കാരണമായി ജീവിതത്തിൽ ഒരിക്കലും ഭാഗവത കഥ കർണങ്ങളിലൂടെ പാനം ചെയ്യാത്തവന്റെ ജന്മം ചണ്ടാലൻ, കഴുത മുതലായവയുടേതുപോലെ നിഷ്ഫലമാണ്. മാതാവിന് പ്രസവവേദന ഉണ്ടാക്കി എന്ന് മാത്രമാണ് അവന്റെ ജന്മം കൊണ്ടുണ്ടാക്കിയ ഒരേയൊരു പ്രയോജനം. ഒരിക്കലെങ്കിലും ഭാഗവതം ശ്രവിച്ചിട്ടില്ലാത്തവൻ ജീവച്ഛവമാണ്.
മഹാപാപിയും നിന്ദ്യനും മൃഗതുല്യനുമായ അവൻ ഭൂമിക്ക് ഭാരം മാത്രമായി ജീവിക്കുന്നു. പ്രകാരം ദേവഗണങ്ങൾ സ്വർഗത്തിൽ വെച്ച് പറയുന്നു. ജനങ്ങൾക്ക് ഭാഗവത കഥ ശ്രവിക്കുന്നതിനുള്ള താല്പര്യം കുറഞ്ഞിരിക്കുന്നു. കോടി ജന്മങ്ങളായി ചെയ്ത പുണ്യങ്ങൾ കൊണ്ട് മാത്രമേ ഭാഗവത ശ്രവണം സാധ്യമായി തീരുകയുള്ളൂ. അല്ലയോ യോഗനിധേ, അതുകൊണ്ട് ഭാഗവതത്തെ പ്രയത്നിച്ചാണെങ്കിലും ശ്രവിക്കണം. ഭാഗവതം ശ്രവിക്കുന്നതിന് ഇന്ന ദിവസം തുടങ്ങിയ നിയമങ്ങളൊന്നും തന്നെയില്ല. ഭാഗവതം ശ്രവിക്കുവാൻ സത്യവ്രതം, ബ്രഹ്മചര്യം മുതലായ ദീക്ഷകൾ വേണമെന്നാണ് അഭിജ്ഞന്മാരുടെ അഭിപ്രായം. പക്ഷേ കലിയുഗത്തിൽ ഈ നിബന്ധനകൾ നടപ്പിലാക്കാൻ പ്രയാസമാണ്. മനോവൃത്തികളെ ജയിപ്പിക്കുക, നിയമങ്ങളെ ആചരിക്കുക, വൈഷ്ണവർക്കൊപ്പമായ വ്രതദീക്ഷയെടുക്കുക മുതലായവ എല്ലായ്പ്പോഴും സാധ്യമല്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ശ്രീശുകൻ സപ്താഹശ്രവണമെന്ന വിശേഷവിധിയെ സാധാരണക്കാർക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു. ശ്രാവണമാസത്തിലും, അതായത് ചിങ്ങമാസത്തിലും, മാഘമാസത്തിലും, അതായത് കുംഭമാസത്തിലും നിത്യവും ശ്രദ്ധയോടുകൂടി ഈ പുരാണം ശ്രവിക്കുന്നത് കൊണ്ടുള്ള ഫലം സപ്താഹശ്രവണം കൊണ്ട് സിദ്ധിക്കുന്നതായി ശ്രീശുകൻ പറഞ്ഞിരിക്കുന്നു. നാനാരോഗ പീഡകൾ കൊണ്ടും മനോജയമില്ലാത്തതുകൊണ്ടും ആയുർക്ഷയം കൊണ്ടും മനുഷ്യർക്ക് നിത്യവും ഭാഗവതം പാരായണം ചെയ്യാൻ സാധിച്ചുവെന്ന് വരികയില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും പ്രയോജനമായ രീതിയിൽ സപ്താഹ പാരായണത്തെ വിധിച്ചിരിക്കുന്നത്. തപസ്, യോഗം, സമാധി മുതലായവ കൊണ്ട് ഫലം സിദ്ധിക്കാൻ വളരെ പ്രയാസപ്പെടേണ്ടി വരുന്നു. എന്നാൽ സപ്താഹശ്രവണം കൊണ്ട് അനായാസമായി ഫലം സിദ്ധിക്കുന്നു. യജ്ഞം, വ്രതം, തപസ്, തീർത്ഥസ്നാനം മുതലായവയേക്കാളെല്ലാം ഉന്നതമായ ഫലത്തെ സപ്താഹശ്രവണം കൊണ്ട് സിദ്ധിക്കുന്നു. യോഗം, ധ്യാനം, ജ്ഞാനം മുതലായവയുടെ ഫലത്തേക്കാൾ ഉപരിയാണ് സപ്താഹത്തിൻ്റെ ശ്രവണഫലമെന്ന് സപ്താഹം ഗർജിക്കുന്നു. എന്തിനേറെ, താനാണ് സർവോപരി ശ്രേഷ്ഠമെന്ന് സപ്താഹം വീണ്ടും വീണ്ടും ഗർജിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.